Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Food കഴിച്ചോ എല്ലാവരും? കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? റിസൾട്ട് വന്നു മാം. എളുപ്പമായിരുന്നു മാം. എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു, റിസൾട്ടും വന്നു. പ്രതീക്ഷിച്ചതൊക്കെയാണോ വന്നത്? എക്സ്പെക്ട് ചെയ്തൊക്കെയാണോ വന്നത്? അതെ അതെ, എക്സ്പെക്ട് ചെയ്തൊക്കെ വന്നത്. കുഴപ്പമൊന്നുമില്ല. പേടി മാറിയില്ലേ എക്സാമിന്റെ? പേടി മാറി. മാമ പറഞ്ഞ ക്വസ്റ്റ്യൻസും പോർഷനൊക്കെ തന്നെ വന്നു. അതെ അല്ലേ? എന്റെ പോർഷൻ ഈസി ആയിരുന്നോ? ആ മാമിന്റെ പോർഷനൊക്കെ പറഞ്ഞതൊക്കെ തന്നെ വന്നു. അതെ അല്ലേ? ഓക്കെ ഓക്കെ. വളരെ ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി മൊഡ്യൂൾ, എന്റെ പോർഷൻ ഭയങ്കര ഈസി ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ മൊഡ്യൂൾ 3യിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും മൊഡ്യൂൾ 3 എടുത്തു തുടങ്ങിയല്ലേ? എടുത്തു തുടങ്ങിയായിരുന്നോ മിസ്സുമാര്? ഓക്കെ. അപ്പോ 1നെയും 2നെയും അപേക്ഷിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. തോന്നിയോ? നിങ്ങൾ മറിച്ചൊക്കെ നോക്കിയായിരുന്നോ പേജസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കില്? ആ ഓക്കെ. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഞാന് കാര്യമായിട്ട് പറഞ്ഞതാണ്. കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, അപ്പൊ കാണുമ്പോ പേടിക്കും. പക്ഷെ ഉള്ളടക്കം, അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പത്തില് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 3യിലേക്ക് കടക്കാം അല്ലേ? ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ ഏത് ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്? ഗസ് ചെയ്യാമോ? മിസ്സിന്റെ ഒരു ബ്രില്യൻസ് വെച്ചിട്ട് മിസ്സിന് ഏത് ചാപ്റ്റർ ഓക്കെയാ? ആരാണോ പറഞ്ഞത്? ഷാനിയാണല്ലേ പറഞ്ഞത്? ആണോ? അല്ല മിസ്, ഞാനല്ല, തൻസിയാ. തൻസി. സോപ്പിടുവാണല്ലേ? ഒരിക്കലല്ല മിസ്സേ, ഞങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയും. ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 3 ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലും. ഏതാണ് ആ ഡിപ്പാർട്ട്മെന്റ്? ഏതാ? HR ഡിപ്പാർട്ട്മെന്റ് അല്ലേ?
ഓക്കെ. യെസ്, HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് അതായത് മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ മനുഷ്യരെ, അതായത് ആളുകളെ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, ഇന്റർവ്യൂസ് എത്ര തരം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, എത്രത്തോളം പ്രാധാന്യമാണ് മനുഷ്യരെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള കുറച്ച് പാരഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആദ്യം നിങ്ങൾ അതൊന്ന് വായിക്കുക, മൈൻഡിൽ റീഡ് ചെയ്യുക, റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്യാൻ ഓക്കെ അല്ലേ? റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യുക കേട്ടോ.
ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം വായിക്കാം, അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, അതായത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 3-4 പാരാഗ്രാഫുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ പാരാഗ്രാഫും കഴിഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ളവര് ക്ലാസ്സിന്റെ ലാസ്റ്റ്, അതായത് 10 മിനിറ്റ് മൈക്ക് ഓൺ ചെയ്യുമല്ലോ, ആ സമയത്ത് ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്ബുക്കിലോ ഞാൻ പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കുറിച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണ്. In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures or guidelines. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകണമെന്നായിരിക്കും അവിടെയുള്ള മാനേജ്മെന്റ് തിങ്ക് ചെയ്യുന്നത്, അല്ലെ? ഏതൊരു സ്ഥാപനമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഹോസ്പിറ്റലിന്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആയിക്കോട്ടെ, ഏതു തരം സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അതിന് നല്ല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കണം എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ, അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം, അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് എന്ന് പറയും നമ്മൾ, അല്ലെ? കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഘടന പ്രവർത്തിക്കുന്നതിന് ആവശ്യമാണ്. ഓക്കെ, അതിനെ നമുക്ക് പോളിസീസ് എന്നോ, പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നയങ്ങൾ, അല്ലെങ്കിൽ പ്രോഗ്രാംസ്, പദ്ധതികൾ, അല്ലെങ്കിൽ റൂൾസ്, നിയമങ്ങൾ, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ, പ്രൊസീജിയേഴ്സ്, നടപടികൾ, ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം? പോളിസികൾ വേണം, പ്രോഗ്രാംസ് വേണം, റൂൾസ് വേണം, റെഗുലേഷൻസ് വേണം, പ്രൊസീജിയേഴ്സ് വേണം, ഗൈഡ് ലൈൻസ് വേണം. ഓക്കെ, ഇന്ന സ്ഥാപനം എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ഏതൊരു സ്ഥാപനമാണെങ്കിലും നിയമങ്ങൾ ഉണ്ടാവും, നിയന്ത്രണങ്ങൾ ഉണ്ടാവും, പദ്ധതികൾ ഉണ്ടാകും, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ ഒരു നല്ല രീതിയിൽ ആ സ്ഥാപനത്തിന് റൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ ആദ്യത്തെ പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ, ഇത് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. 4 types of resources in an organization: money, material, machinery, fixed asset, and men, human resources. An organization cannot accomplish their objective without human efforts. Managing the human component is the pivotal and the most important task, because all else depends on how well it is done. Okay, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ 4 തരത്തിലുള്ള റിസോഴ്സസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 4 തരത്തിലുള്ള വിഭവങ്ങളാണ് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊരു സ്ഥാപനമാണെങ്കിലും ഈ 4 ടൈപ്പ് റിസോഴ്സസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് മണിയാണ്, പണം. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം? പണം ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷന് മാത്രമല്ല, ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ്, അല്ലെ? പണമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ തന്നെ പറയൂ. പണം വേണ്ടേ ആർക്കാണെങ്കിലും? ഒരു സ്ഥാപനത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കായിക്കോട്ടെ, നിർബന്ധമായിട്ടും പണം ആവശ്യമാണ്, അല്ലെ? 10 രൂപ അല്ലെങ്കിൽ 1 രൂപ കയ്യിൽ എടുക്കാവുന്നവെന്ന് പറയുന്നത് അവന് അവന്റേതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മൾക്ക് ഒരു 10 രൂപ സമ്പാദിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ
അത്രയധികം നല്ലതാണ്. നമ്മുടെ ലൈഫ് അത്രയും നല്ല രീതിയിൽ മുൻപോട്ട് പോകും അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ മണി നിർബന്ധമായിട്ടും വേണം. അതാണ് ആദ്യത്തെ റിസോഴ്സ്. രണ്ടാമത്തത് മെറ്റീരിയൽ ആണ്. ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ വേണം അല്ലെ. ഇപ്പൊ ഒരു സോപ്പ് ഫാക്ടറി എടുക്കുകയാണെന്ന് വിചാരിക്കും. ഞാനിപ്പോ സോപ്പ് ഫാക്ടറി എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. അവിടെ ധാരാളം മെറ്റീരിയൽസ് വേണം. സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ധാരാളം പ്രൊഡക്റ്റുകൾ അവിടെ ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും എന്താണോ ഓർഗനൈസേഷൻ, എന്തിനു വേണ്ടിയിട്ടാണോ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആവശ്യമാണ്. മെഷീനറി അല്ലെ, യന്ത്രങ്ങള് ഫിക്സഡ് അസെറ്റ് ആണ് കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത് മെഷീനറി ആണ്. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ഫാക്ടറി ആണെങ്കിലും ധാരാളം യന്ത്രങ്ങൾ, മെഷീനറീസ് അവിടെ ഉണ്ടാവും അല്ലെ. അത് അവരുടെ ഫിക്സഡ് അസെറ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് ആണ് മെൻ, മനുഷ്യർ, ഹ്യൂമൻസ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സസ് ആണ് മെൻ എന്ന് പറയുന്നത്. നാലാമത്തെ കാറ്റഗറി എന്താണ്? മനുഷ്യരാണ്. മനുഷ്യരും എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സസിൽ വരുന്നതാണ്. അപ്പൊ 4 ടൈപ്പ് റിസോഴ്സസ് ഉണ്ട്: മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മെൻ. ക്ലിയർ ആണോ പറഞ്ഞത്? 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മിഷനറി ആൻഡ് മെൻ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഒരു സെന്റൻസിൽ പറയുന്നുണ്ട്, an organization cannot accomplish their objectives without the human efforts. അതായത് ഒരു ഓർഗനൈസേഷന് അവരുടെ ഒബ്ജക്റ്റീവ് നിറവേറ്റണമെങ്കിൽ ഹ്യൂമൻ എഫേർട്സ് കൂടിയേ തീരും. നമ്മൾക്ക് പണമുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഉണ്ട്, മെഷീനറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനുഷ്യരുണ്ടെങ്കിൽ മാത്രമാണ് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പോഴും നമ്മുടെ ലോകത്ത് ധാരാളം യന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, ധാരാളം മെഷീനറീസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ മനുഷ്യന്റെ ആബ്സെൻസിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഏതൊരു ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ മനുഷ്യരെ കാണാറുണ്ടല്ലേ. ഓക്കെ, ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരെ നിർബന്ധമായിട്ടും ആവശ്യമാണ്. അപ്പോ മനുഷ്യ വിഭവം ഇല്ലാതെ ഒരു ഓർഗനൈസേഷന് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ കമ്പോണന്റ് അഥവാ മനുഷ്യരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ്. ഓക്കെ, മനുഷ്യർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങളും അവിടെ പ്രവർത്തിക്കുന്നത്. മനുഷ്യരുണ്ടെങ്കിൽ മാത്രമാണ് മണി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക, മെറ്റീരിയൽസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക, മെഷീനറീസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ എന്തിന്റെ പിറകിൽ എന്തുണ്ട്? മനുഷ്യശക്തി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് കമ്പോണന്റ് എടുത്ത് നോക്കിയാലും, മണി എടുത്ത് നോക്കിയാലും, മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും, മെഷീനറി എടുത്ത് നോക്കിയാലും, മെൻ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. മനുഷ്യരില്ലാതെ ഒരു കാര്യവും നിറവേറ്റാനായിട്ട് ഒരു ഓർഗനൈസേഷനും സാധിക്കില്ല. ക്ലിയർ ആണോ? രണ്ടാമത്തെ പാരഗ്രാഫ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. As a result, the managers have a prime responsibility not only for the behavior and performance of other people, but also of their own department. The greater the commitment of the members to organizational goals, the greater is the degree of effectiveness with which the organization works. അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക്, അതായത് ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർമാർക്ക് എംപ്ലോയീസിന്റെ ബിഹേവിയർ, അവരുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ സ്വന്തം വിഭാഗത്തിന്റെ, സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രതിനിധികളായിട്ടുള്ള മാനേജർമാർ എന്ത് നോക്കണം? അവിടെയുള്ള എംപ്ലോയീസിന്റെ ബിഹേവിയർ നോക്കണം, അതുപോലെ തന്നെ പെർഫോമൻസ് നോക്കണം, അതുപോലെ തന്നെ അവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്.
ഓക്കെ. അപ്പം ഇത്രയധികം കാര്യങ്ങൾ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 100 എംപ്ലോയീസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് അവരുടേതായിട്ടുള്ള രീതിക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ജീവനക്കാര് നല്ല പ്രതിബദ്ധതയോടുകൂടി അതിന്റെ നല്ല ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുകയുള്ളൂ. ഓക്കെ. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഒരു സ്ഥാപനത്തിൽ 100 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് 50 എംപ്ലോയീസിന് മാത്രം അവര് കുറേയധികം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല രീതിയിൽ സാലറി കൊടുക്കുന്നു, മാന്യത കൊടുക്കുന്നു, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അതുപോലെ കുറെ കാര്യങ്ങൾ 50 പേർക്ക് മാത്രം കൊടുക്കുവാണ്. ബാക്കി 50 പേരെ അവര് അടിമകളായിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുക. ആരിൽ നിന്നായിരിക്കും കൂടുതൽ ആത്മാർത്ഥത അല്ലെങ്കിൽ കൂടുതൽ ജോലിയിലുള്ള സത്യസന്ധത കൂടുതലായിട്ട് വരുന്നത്? ആരിൽ നിന്നായിരിക്കും? ആദ്യത്തെ 50 പേരിൽ നിന്നായിരിക്കും? രണ്ടാമത്തെ 50 പേരിൽ നിന്നായിരിക്കും? ആരിൽ നിന്നായിരിക്കും വരുന്നത്? ഫസ്റ്റ് അല്ലെ? നമ്മൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മള് ആ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ മാത്രം കിട്ടിയാൽ പോരാ, അല്ലെ? നമുക്ക് വേണ്ട പരിഗണന കിട്ടണം, അല്ലെ? നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം കിട്ടണം, അതുപോലെ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ആ എംപ്ലോയി ആ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളോട് ജീവനക്കാർ കൂടുതൽ പ്രതിബദ്ധത കാണിച്ചാൽ, അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിച്ചാലാണ് ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജർമാര് അവരുടെ പെർഫോമൻസ് അളക്കുകയും അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് 4ാമത്തെ പാരഗ്രാഫാണ് കേട്ടോ വായിക്കാൻ പോകുന്നത്. Human resources or people at work are the major component of an organization. It is this human resource which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical, economic. The individuals who are at workplace show not only similar behavioral patterns and characteristics to a certain degree, but they also show many differences in behavior. Each individual who works has its own set of needs, drives, goals, and experiences. Each human being is a product of his biological inheritance as well as a result of interactions with his environment. People come to the workplace with some specific motives, like to earn money, to get employment, to have better prospect in future, to be treated as a human being. While they are at the place of work, they sell their labor for reasonable wages, salary, and other benefits. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organizational but also employee and self needs. Okay. എന്താണ് നോക്കാം ഇവിടെ പറയുന്നത്. Human resources or people at work are the major component of an organization. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ആളുകളാണ്. ഓക്കെ. It is this human resource which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical or economic. Okay. അതായത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിന്റെ സക്സസ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെയുള്ള മനുഷ്യർക്കാണ്, അല്ലെങ്കിൽ എംപ്ലോയീസിനാണ്, ഹ്യൂമൻ റിസോഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആ സ്ഥാപനത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് മറ്റു കാര്യങ്ങളെക്കാള് നമുക്കറിയാം, ഒരു സ്ഥാപനമാകുമ്പോൾ എക്കണോമിക് ആയിട്ട്, അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ടെക്നിക്കലായിട്ടോ, അതായത് യന്ത്രങ്ങളോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള തകരാറുകളോ പണത്തിന്റെ കുറവോ ഒന്നും തന്നെയല്ല ഒരു സ്ഥാപനത്തിന്റെ പരാജയത്തിന് കൂടുതലായിട്ട് കാരണമാകുന്നത്. എന്തായിരിക്കും കാരണമാകുന്നത്? ഇപ്പോ പണമാകില്ല, യന്ത്രങ്ങളാകില്ല, സാങ്കേതിക തകരാറാകില്ല.
ഒരു സ്ഥാപനം പരാജയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആരായിരിക്കും? ആരാണ്? കമന്റ് ചെയ്യൂ. എംപ്ലോയീസ് ആണ് അല്ലെ? എംപ്ലോയീസിന് കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷൻ ആണ് സക്സസ്ഫുൾ ആവുക. ഓക്കെ, അപ്പോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഓർഗനൈസേഷനിൽ കൂടുതലായിട്ടും മനുഷ്യന്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എംപ്ലോയീസിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പണത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ യന്ത്രത്തിന്റെ തകരാറോ സാങ്കേതിക തകരാറോ ഒന്നുമല്ല ഓർഗനൈസേഷന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് തികച്ചും ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആണ്. സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സക്സസിൽ എത്തിക്കാത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സിനാണ്. ഓക്കെ, അപ്പോ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then the individuals who are at workplace show not only similar behavior patterns and characteristics to a certain degree, but they also show many differences in behavior. അതായത് രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒരുപോലെയല്ല. നമുക്കറിയാം ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നിറയെ ആളുകൾ അവിടെ ഉണ്ടാവും അല്ലെ, കുറെ അധികം എംപ്ലോയീസ് കാണാൻ പറ്റും. പക്ഷെ എല്ലാ എംപ്ലോയീസും ഒരുപോലെയാണോ? ആളുകൾ തമ്മിൽ ഡിഫറെന്റ് അല്ലേ? ആണോ? ഒരു വർക്ക് പ്ലേസിൽ വരുന്ന ആളുകൾ തമ്മിൽ ഒരേപോലെ ഇരിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ, ഡിഫറെന്റ് ആയിരിക്കും. പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവരാകാം അല്ലെ, പലതരത്തിലുള്ള എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, കേപ്പബിലിറ്റിയിലെ ഡിഫറൻസ് ഉണ്ട്, സ്കിൽസിലെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ, അവരുടെ എഫേർട്ടില് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങളിൽ എന്തുണ്ടാകും? ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അങ്ങനെ കുറെ അധികം കാര്യത്തില് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഈച്ച് ഇൻഡിവിജ്വൽ who works has its own set of needs, drives, goals and experience. ജോലിക്കെത്തുന്ന ഓരോ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എനിക്കുള്ള ആവശ്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എന്റെ ആവശ്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ അല്ലെ. ഡ്രൈവ്സ്, അതുപോലെ തന്നെ ഗോൾസ്, എനിക്കുള്ള ലക്ഷ്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ള ഗോൾസ്. ആളുകൾ തമ്മിൽ പല രീതിയിൽ വ്യത്യാസപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, എന്റെ അനുഭവങ്ങളായിരിക്കില്ല നിങ്ങളുടെ അനുഭവങ്ങൾ. അപ്പൊ ഒരു ജോലി സ്ഥലത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെടാം, ലക്ഷ്യങ്ങൾ വ്യത്യാസപ്പെടാം, അനുഭവങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. Okay, then each human being is a product of his biological inheritance as well as the result of interactions with his environment. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ജന്മനാ കിട്ടിയിട്ടുള്ള ചില സ്വഭാവ ഗുണങ്ങളുണ്ട് അല്ലെ, അതായത് ജനിതകമായിട്ട് അല്ലെ, ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് അവരുടെ പാരമ്പര്യ ഘടകം, അതുപോലെ തന്നെ അവരുടെ കുടുംബം, അവരുടെ സമൂഹം, അവർ വളർന്നു വന്നിട്ടുള്ള രീതി, ഇതൊക്കെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എവിടെ പ്രകടിപ്പിക്കുന്നത്? ഒരു ജോലി സ്ഥലത്താണെങ്കിലും ഒരു സമൂഹത്തിലായാലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഓക്കെ, നമ്മൾ വളർന്നു വന്നിട്ടുള്ള ചുറ്റുപാടുകളാണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Then people come to the workplace with some specific motives like to earn money, to get employment, to have better prospects in future, to be treated as a human being while they are at the place of work. ഇനി ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ജോലിക്ക് വരുന്നത്? മണി. ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മണി വേണം അല്ലെ. ജീവിക്കാനായിട്ട് പണം ആവശ്യമാണ്. ഓക്കെ, ഏതൊരു മനുഷ്യനായാലും ജീവിക്കാൻ എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ്. അപ്പൊ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മണിയാണ്. ചില മോട്ടീവ്സ് ഉണ്ട്, അതായത് പണം സമ്പാദിക്കാനായിട്ട് വരുന്നത്, ജോലിക്ക് എത്തുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, ഒരു നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒരു നല്ല പൊസിഷനിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്.
Then to have better prospect in future, ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. To be treated as human being, നല്ല മാന്യതയോടുകൂടി സമൂഹത്തിൽ അവനെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ജോലിയുള്ള ആളുകളെയും ജോലിയില്ലാത്ത ആളുകളെയും നമ്മൾ നോക്കുവാണെങ്കിൽ ജോലിയുള്ള ആളുകൾക്കായിരിക്കും സമൂഹത്തിൽ കുറച്ച് മാന്യത ഉള്ളത് അല്ലെ. ആണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. എപ്പോഴാണ് അത് എക്സ്പീരിയൻസിൽ വരിക? കുറച്ചും കൂടി കഴിയുമ്പോ അല്ലെ. ജോലി കിട്ടി നല്ലൊരു പൊസിഷനിൽ എത്തി പണം സമ്പാദിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആളുകൾക്ക് നമ്മളിലുള്ള കാഴ്ചപ്പാടുകൾ മാറാനായിട്ട് തുടങ്ങുന്നത് അല്ലെ. അപ്പോ ആളുകൾ ജോലിക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന്, ടു ഏൺ മണി, പണം സമ്പാദിക്കാൻ. രണ്ട്, എന്താണ്? ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, നല്ലൊരു പൊസിഷനിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്. മൂന്ന്, ടു ഹാവ് ബെറ്റർ പ്രോസ്പെക്ട് ഇൻ ഫ്യൂച്ചർ, നല്ലൊരു ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. നാല്, ടു ബി ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീയിങ്, സമൂഹത്തില് മാന്യമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ജോലിക്ക് പോകുന്നത്. ഓക്കെ. Then they sell their labor for reasonable wage, salary and other benefits. അവരുടെ ലേബർ വിറ്റിട്ട് എന്ത് ചെയ്യുന്നു? വേജസ് അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സുകൾ അവർക്ക് കിട്ടുന്നു അല്ലെ. ഞാൻ ഇപ്പോ എന്റെ ജോലി വിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് മണിക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങൾ പറയൂ, എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, ഞാൻ ഒരു ജോലിയല്ലേ ചെയ്യുന്നേ, എന്തിനൊക്കെ വേണ്ടിയിട്ടാ? സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അതൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. മണിക്ക് വേണ്ടി മാത്രമല്ല, എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ഒരു പാഷനാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ? സാലറി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പണം സമ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിൽ എനിക്ക് നല്ലൊരു മാന്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ലേ? നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നില്ലേ? അതൊരു ബെനിഫിറ്റ് അല്ലേ. ഞാൻ ഈ ജോലി ചെയ്യുന്നോണ്ടാണ് എനിക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടുന്നത് അല്ലെ. യെസ്. അപ്പോ മറ്റു പല ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എന്റെ ലേബർ ഞാൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ എന്റെ കഠിനാധ്വാനവും എന്റെ ബുദ്ധിയും ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ജോലി ചെയ്യുന്നു. അതിന് എനിക്ക് റീസണബിൾ സാലറി അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ്സ് എനിക്ക് ലഭിക്കുന്നു. എന്റെ ജോലി മാത്രമല്ല കേട്ടോ, വേറെ ഏത് ജോലിയും ഇങ്ങനെ തന്നെയാണ്. അവരവരുടെ ലേബർ സെല് ചെയ്തിട്ടാണ് സാലറി വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റുകൾ വാങ്ങിക്കുന്നത് കേട്ടോ. Okay, these people provide the knowledge and much of the energy by which organizational objectives are fulfilled. അതുപോലെ തന്നെ ഓരോ ആളുകളും, ഓരോ എംപ്ലോയീസും അവരുടെ അറിവും അവരുടെ പ്രവർത്തന ശേഷിയും ഉപയോഗിച്ച് അവരുടെ ലക്ഷ്യം നിറവേറ്റുന്നു. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് അല്ലെ. ആ ക്ലാസ് ഞാൻ ഇവിടെ 1 മണിക്കൂർ പഠിപ്പിച്ച് നിർത്തണമെങ്കിൽ എന്റെ അറിവും എന്റെ പ്രവർത്തന ശേഷിയും ഞാൻ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ക്ലാസ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിയിലെ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. Then the management must therefore be aware not only for the organization but also employee and the self needs. അപ്പോ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ നീഡ് മാത്രമല്ല എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും കൂടി തിരിച്ചറിയണം. ഓക്കെ. ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമായിരിക്കരുത് പ്രവർത്തിക്കേണ്ടത്. മറിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ആ സ്ഥാപനം ലോങ് ടേം നിലനിൽക്കുക. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബോറടിക്കുന്നില്ലല്ലോ? ബോറടിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ചിലവർക്ക് ഉറക്കം വരും, കാരണം ഇങ്ങനെ കുറെ തിയറി പോലെയല്ലേ പറയുന്നേ. ഓക്കെ. It is a very important and challenging job in managing people because of the dynamic nature of the people.
no two people are alike. People cannot be operated like a machine or shifted and altered like a template in a room layout. They therefore need tactful handling by management personnel. Manpower management is a most pivotal job because managing people is the heart and the essence of being a manager. It is concerned with any activity that relates to human elements or relation in organization. Unless the human element is taken into consideration, a business can succeed. Okay. അപ്പൊ ഇവിടെ പറയുന്നത് it is a very important and challenging job in managing people because of the dynamic nature of people. മനുഷ്യരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനവും എന്നാൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയുമാണ്. ഓക്കെ, അപ്പോ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെയുള്ള മനുഷ്യരെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അറിയാത്ത എന്നുള്ളത് എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഈ ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അതായത് മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് മാറ്റം വരാം എപ്പോ വേണമെങ്കിലും, അല്ലെ? ചില ആളുകൾ ഉണ്ടല്ലേ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഓന്തിന്റെ സ്വഭാവമാണെന്ന് പറയും, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഓന്ത് നിറം മാറുന്നത് പോലെ അല്ലെ, അങ്ങനെ പറയാറുണ്ട് അല്ലെ. അതായത് നമുക്ക് പറയാൻ പറ്റില്ല എംപ്ലോയീസിന്റെ മനോഭാവങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളെ മാനേജർ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരുത്തുന്നത്. അത്രത്തോളം ബ്രില്യൻസ് ഉള്ളവർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള പൊസിഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, then പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടാളുകൾ പീപ്പിൾ കാനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ നേച്ചർ ഓഫ് ദ പീപ്പിൾ, നോ ടു പീപ്പിൾ ആർ എലൈക്ക്. രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒരുപോലെയല്ല. പീപ്പിൾ കാനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ ഓർ ഷിഫ്റ്റഡ് ആൻഡ് അൾട്ടേർഡ് ലൈക്ക് എ ടെംപ്ലേറ്റ് ഇൻ എ റൂം ലേഔട്ട്. മനുഷ്യരെ യന്ത്രങ്ങളെ പോലെ നിയന്ത്രിക്കാനോ ഒരു മുറിയുടെ ടെംപ്ലേറ്റ് പോലെ എളുപ്പത്തിൽ മാറ്റാനോ സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മൾക്ക് എന്തെങ്കിലും മിഷനറി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും യന്ത്രങ്ങളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, പക്ഷെ മനുഷ്യരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ആളുകളെ ബുദ്ധിപൂർവമായും സൂക്ഷ്മമായിട്ടും കൈകാര്യം ചെയ്യണം. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഓരോ ആളുകളെയും ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ മാൻ പവർ മാനേജ്മെന്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. കാരണം ആളുകളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് നല്ല മാനേജറുടെ പ്രധാന ഗുണം. ഓക്കെ, അപ്പോ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി എന്താ, ആളുകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തിന്റെ ഭാഗമാണ്, HRM-ന്റെ ഭാഗമാണ്. ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു മനുഷ്യ വിഭവശേഷി കൈകാര്യം ചെയ്യാന്നുള്ളത് ഏത് വിഭാഗത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HR ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ നീഡ്സ്, അവരുടെ ഇമോഷൻസ് ഇവയൊന്നും കൺസിഡർ ചെയ്യാതെ ഒരു ബിസിനസ്സും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഒരു നല്ല രീതിയിൽ ഒരു ഞാനൊരു സമയത്ത് ഞാൻ കാക്കനാട് ഒരു 2022 ഞാനൊരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുറേയധികം വർക്ക്ഷോപ്പുകളും അതുപോലെ സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു ബിസിനസ് ഓണറാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, ആ ട്രെയിനിങ് സമയത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കമ്പനിയിലുള്ള എല്ലാ ആളുകളെയും വിദേശത്തേക്ക് ടൂർ കൊണ്ടുപോകാറുണ്ട്. ഇദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാസ്പോർട്ട് ശരിയാക്കുന്നതും വിസ റെഡിയാക്കുന്നതും എല്ലാ കാര്യങ്ങളും കമ്പനിയാണ് റെഡിയാക്കുന്നത്. എല്ലാ വർഷവും എന്ത് ചെയ്യും, ടൂർ കൊണ്ടുപോകും. അതുപോലെ തന്നെ
അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും അതിൽ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭവിഹിതം വർഷാവർഷവും ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോ പല ആളുകളും ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, എന്തിനാണ് എല്ലാ വർഷവും ഇങ്ങനെ എംപ്ലോയീസിനെ ടൂർ കൊണ്ടുപോകുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത്രയധികം കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇദ്ദേഹത്തിനോട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാല് എന്റെ കുടുംബാംഗത്തെ പോലെയാണ്. അവരെന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരെ കുറെ പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിലേക്കുപരി അവരുടെ മനസ്സ് സന്തോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോ എനിക്കത് കേട്ടപ്പോ വളരെയധികം, കാരണം ഇങ്ങനെയൊന്നും ആരും അധികം ചെയ്യില്ല. കാരണം എല്ലാ ആളുകളും എന്ന് പറഞ്ഞാല്, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് കുറെ പണം സമ്പാദിക്കുക, കുറെ ഗോൾഡ് വാങ്ങാം, കുറെ സ്ഥലങ്ങൾ വാങ്ങാം, അല്ലെ? അവർക്ക് ഒരു ബിസിനസ്സിൽ ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ സമ്പാദിക്കാനും നോക്കും. മറ്റാളുകൾക്ക് അതിന്റെ ഒരു വിഹിതം മാത്രമായിരിക്കും കൊടുക്കുക. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയല്ല. ലാഭം മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന? തൊഴിലാളികൾ എന്താ ചെയ്യാ? ജീവൻ പണയം വെച്ചും ആ കമ്പനിക്ക് വേണ്ടി ആ തൊഴിലാളികൾ നിൽക്കും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ആണോ? ആ കമ്പനി എത്ര കാലം ഉണ്ടോ അത്രയും നാളെ തൊഴിലാളികൾ അവിടെ നിന്ന് പോവില്ല. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ. അപ്പോ ഒരു സ്ഥാപനമാകുമ്പോൾ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ എംപ്ലോയീസിന്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഇമോഷൻസ്, അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്, അല്ലെ? കുറേയധികം ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ പരിഗണിച്ച് മാത്രം മുന്നോട്ട് പോയാലാണ് ഒരു ബിസിനസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവും. അപ്പോ ഫസ്റ്റ് പേജിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് വേറെ ഒന്നുമല്ല, തുടർന്നുള്ള പോർഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. There are 3 stance points. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ 3 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ് കേട്ടോ. ഓക്കെ, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. Proper management of professional increases their dignity by satisfying their social needs. അതായത് ശരിയായ രീതിയിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്താൽ അവരുടെ സോഷ്യൽ നീഡ്സ് നിറവേറും. മാത്രമല്ല അവർക്ക് മാന്യത, അതുപോലെ തന്നെ ബഹുമാനം എന്നിവ കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം. മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും, അത് നിറവേറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് സമൂഹത്തിലെ മാന്യത, അല്ലെ, ബഹുമാനം, ഡിഗ്നിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും. രണ്ടാമത്തെ പോയിന്റ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. By facilitating healthy working environment, it promotes teamwork in the employees. അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നല്ല വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് ജോലി ചെയ്യാനായിട്ട് ഒരു എൻവയൺമെന്റ്, ഒരു വർക്കിംഗ് കണ്ടീഷൻ വേണം, അല്ലെ? നമുക്ക് നല്ല ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോ നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ജീവനക്കാരില് ടീം വർക്ക് വളരാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ പോട്ടെ, ഒരു 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 50 എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിൽ ഒരു ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഒരു വർക്കിംഗ് കണ്ടീഷൻ വേണം, ദെൻ ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണം. ദെൻ മൂന്നാമത്തെ പോയിന്റ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. അതായത് ഈ ഒരു സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരില് ശരിയായിട്ടുള്ള മനോഭാവം ഉണ്ടാക്കുന്നു.
അതുപോലെ തന്നെ ജീവനക്കാർക്ക് മോട്ടിവേഷൻ നൽകുന്നു, അവരുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ 3 steps എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, 2 പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, 3 സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ക്ലിയർ ആണോ? അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് പേഴ്സണൽ മാനേജ്മെന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതായത് യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആളുകളില്ലേ, താഴ്ന്ന നിലയിൽ അല്ലെങ്കിൽ താഴ്ന്ന പൊസിഷനിൽ ലോവർ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, അവരെ മാനേജ് ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോവർ ലെവൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാം. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്, അതുപോലെ തന്നെ മാനേജ്മെന്റും ട്രേഡ് യൂണിയനുകളും തമ്മിലുള്ള ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നലെ ഒരു പണിമുടക്ക് ഉണ്ടായിരുന്നു അല്ലെ? എന്തിന്റെ ആയിരുന്നു പണിമുടക്ക്? ആരുടെ നേതൃത്വത്തിലായിരുന്നു? പത്രം വായിച്ചവർക്കും TV കണ്ടവർക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും. ആരുടെ സൂപ്പർവിഷനിലാണ്? CITU എന്നൊക്കെ പറയുന്നത് ആരാ? ട്രേഡ് യൂണിയനുകളാണ് അല്ലെ? എംപ്ലോയീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ നമുക്കറിയാം നമുക്കൊരു ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഡിഗ്നിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ ട്രേഡ് യൂണിയൻ വഴി എന്ത് ചെയ്യാം? നമുക്ക് മൂവ് ചെയ്യാം അല്ലെ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഇത്തരത്തില് ട്രേഡ് യൂണിയനും മാനേജ്മെന്റുകളും തമ്മിലുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പേഴ്സണൽ മാനേജ്മെന്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ലോവർ ലെവൽ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത് ആരാണ്? അത് ഈ പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഓൾഡ് കൺസെപ്റ്റ് ആണ്, അതായത് പഴയ രീതിയാണ്, പരമ്പരാഗത രീതി പിന്തുടർന്ന് പോകുന്ന വിഭാഗമാണെന്ത്? ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ HRM ആണ് കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അതായത് ഇവിടെ ആര് തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്? എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണ്. അതായത് ഒരു സ്ഥാപനത്തിലെ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. ഇവിടെ താഴ്ന്ന ജീവനക്കാരെന്നോ ഉയർന്ന ജീവനക്കാരോ ഒന്നും തന്നെ എന്ത് നോക്കുന്നില്ല? HRM നോക്കുന്നില്ല. എല്ലാ വിഭാഗങ്ങളിലുള്ള എല്ലാ ലെവൽ സ്റ്റാഫുകളെയും ആര് പരിഗണിക്കുന്നുണ്ട്? HRM വിഭാഗം പരിഗണിക്കുന്നുണ്ട്. ഇതിന് ലേറ്റസ്റ്റ് കൺസെപ്റ്റ്, ഇത് ഒരു ആധുനികമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഇതൊരു ആശയമാണ്. ഓക്കെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനിലും ഏത് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്? HRM വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ആ ഡെഫിനിഷൻസ് ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ആ 3 ഡെഫിനിഷൻസ് ഒന്ന് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം.
ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്തൊക്കെയാണ്? 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഏതൊക്കെയാ? മാൻ, മണി, മെഷീനറി, മെറ്റീരിയൽ. ഓക്കെ, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് ഏതാ? മാൻ പവർ. മാൻ പവർ, ഹ്യൂമൻ അല്ലേ? Okay. ഒരു സ്ഥാപനം നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. സെറ്റ് ഓഫ് റൂൾസ്, പോളിസീസ്, ആ, പ്രോഗ്രാംസ്, റെഗുലേഷൻ, പ്രൊസീജിയർ, ഗൈഡ് ലൈൻസ് എക്സെട്ര. എംപ്ലോയീസ് എന്തിനാണ് ജോലിക്ക് വരുന്നത്? എന്തൊക്കെ ആവശ്യങ്ങൾ നിറവേറാനാണ് ജോലിക്ക് വരുന്നത്? To earn money, To get employment, to have better effects of the nature, to be treated as a human being. ഓക്കെ, ലേബർ എന്തിനാണ്, എംപ്ലോയീസ് എന്തിനാണ് അവരുടെ ലേബർ സെൽ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? reasonable wage or salary and other benefits also. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 3 ടൈപ്സ് എന്തൊക്കെയാ? ഹെഡിങ് മാത്രം പറയാ കേട്ടോ. Social significance, professional significance, significance for individual enterprise. ഈ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് HRM-ന്റെ ആണോ PM-ന്റെ ആണോ? HRM-ന്റെ. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ് PM ആണോ HRM ആണോ? PM. അപ്പോ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you, miss. ഇഷ്ടപ്പെട്ടോ? ചാപ്റ്റർ ഇഷ്ടമായോ? ആ മാം, ഇഷ്ടായി. നമുക്ക് നോക്കാം, കുറെ പേജ് ഉണ്ട് കേട്ടോ. പേജുകൾ നിങ്ങളൊന്ന് എഴുതുന്നത് നല്ലതായിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ. എന്നിട്ട് പറയാട്ടോ. വലിയ ചാപ്റ്റർ ആണ്, എന്നെടുത്ത് തീരും ഒരു നോക്കാം നമുക്ക്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കുറെ എക്സ്പ്ലനേഷൻ പറയും, അതുകൊണ്ട് ഇങ്ങനെ സമയം കുറച്ച് പോകും. അതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കില്ലേ പാരഗ്രാഫ് കണ്ടന്റ് മാത്രം പറയുവാണെങ്കിൽ. മാം, ഈ സബ്ജക്ട് മാത്രം ഞങ്ങൾ കൊമേഴ്സ് പിള്ളേർക്ക് എളുപ്പമാവും. കൊമേഴ്സ് കുട്ടികൾക്കുള്ളതാണ് അല്ലേ? അതെ അതെ. അതെ അതെ, മെഡിക്കലായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ബന്ധമില്ലാന്നല്ല, ഞങ്ങള് കൊമേഴ്സിൽ പഠിച്ചതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. സിമ്പിൾ ആയിട്ട് തോന്നും അല്ലേ? മറ്റുള്ളവർക്കും സിമ്പിൾ അല്ലേ? കൊമേഴ്സ് പഠിക്കാത്തവര് സിമ്പിൾ ആണോ? ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ. Thank you, miss. Thank you, ma'am.